കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പുറത്തൊന്നും കൊണ്ടുപോകുന്ന ഇൻസ്ട്രക്ഷൻസ്. ഈ ബ്രാൻഡിക്ക് എന്താ വില? ഏത് ബ്രാൻഡി? ഏത് ബ്രാൻഡി ആയാലും മതി. 36 റുപ്യയുടെ ഉണ്ട്, 45-ന്റെ ഉണ്ട്, 55-ന്റെ ഉണ്ട്. അത്രയും കാശ് എന്റെ കയ്യിലില്ല. ഒരു 15 രൂപയ്ക്ക് ബ്രാൻഡി തരും. ഒരുപാട് കഴിക്കണ്ട. കൈ വിടറോ, ഞാൻ ബ്രാൻഡി കുടിക്കാൻ വന്നതാണ്. കാശുണ്ടല്ലോ, അത് ഫ്രെഡിയാണല്ലോ. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രെഡി. ഡാനി, എത്ര കൊല്ലായടാ? ഞങ്ങ 40 കൊല്ലം കൂടി കാണണേനു. മുമ്പൊക്കെ ഒരു ദിവസം കൂടെ ഞങ്ങ കാണാണ്ടിരുന്നിട്ടില്ല. 40 കൊല്ലമായി അല്ലേടാ? പ്രായമായ ആളല്ലേ, ഒരു ശ്രദ്ധയൊക്കെ വേണ്ടേ? ഇങ്ങനെ അങ്ങ് വിട്ടാലോ? ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. കണ്ട അലവലാലയുടെ ഒക്കെ കൂട്ടുകൂടണ്ടെന്ന് ഫാദറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവനെ ഞങ്ങൾ വേണ്ട പോലെ നോക്കിക്കോളാം. ഡോൺ ബോദർ. നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെടാ ഫ്രെഡി. അപ്പൊ ഡോണ്ട് ടോക്ക് നോൺസെൻസ്. ഓക്കേ. ഒന്ന് പോയെന്റെ മുപ്പിന്നെ. ഭയങ്കര തെമ്മാടിത്തം തന്നെ പാപ്പയെ കാണിച്ചത്. ഇറ്റ് വാസ് മൈ ഫാൾട്ട്. അതല്ല ഡോക്ടർ, കുറച്ചെങ്കിലും ആലോചിക്കണ്ടേ മറ്റുള്ളവരെ പറ്റി? ഇമ്മാതി സ്കാൻഡൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആകെ ചൂടായിരിക്കും മമ്മി. ഇനി പഠിക്കാതെ കയറലെന്നാ പറഞ്ഞിരിക്കുന്നത്. അന്നയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പാപ്പ കുറച്ചെങ്കിലും മനസ്സമാനത പ്ലീസ്. ആശാൻ എന്നെ ശരിക്കും വീട്ടിൽ വീഴ്ത്തി. സോറി ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. വിട്, പോയി വിശ്രമിക്കാൻ നോക്ക്. ഒരു സ്മോള് വേണോ? ഡാനി എവിടെയായിരുന്നു? ഡാനിയുടെ കാര്യമൊക്കെ അറിഞ്ഞു. മനസ്സിനൊരു സുഖവും ഇല്ല ടീച്ചറെ. എന്റെ ഫ്രെഡി ആ ലോക്കപ്പിൽ കിടന്ന് എന്താവുമെന്ന് അറിയില്ല. ആരാ ഫ്രെഡി? എന്റെ ക്ലോസ് ഫ്രണ്ടാ. 40 കൊല്ലം കഴിഞ്ഞ് കണ്ടതാ അവന്. എന്നെ ലോക്കപ്പ് എന്നിറക്കാൻ ആളുണ്ടായി, അവൻ ആരും ഉണ്ടായില്ല. ഡാനിക്ക് നല്ല ക്ഷീണുണ്ട്, പോയി കിടന്നുറങ്ങും. ഇതാരാണ് ഇയാള്? ഇവളാണ് പ്രീതാമേനോൻ, മൂത്തവന്റെ ഉത്തമന്റെ മോളാ. അമേരിക്കക്കാരിയാ.
എന്തിനാ മകളെ കരയണത്? അപ്പൂപ്പ എന്നാലും എന്നിങ്ങനെ ചതിച്ചില്ലേ? എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ, പുറത്ത് ആരോ കരയണുണ്ട്. അച്ഛമ്മക്ക് തോന്നുന്നായിരിക്കും. അല്ല മോളെ, ഒരു വല്ലാത്ത ശബ്ദം. അച്ഛമ്മ പ്ലീസ്, വെറുതെ ഓരോന്ന് തോന്നുക. ഞാൻ വിളിക്കാണ്ട് തന്നെ എങ്ങനെയാ വെള്ളം കൊണ്ടുവന്നത്? സംസാരിക്കണ്ട, കിടന്നോളൂ. എന്താ അമ്മയുടെ പരിപാടി? അമ്മ എന്താ സോഷ്യൽ സർവീസിന് വന്നതാ? അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് വന്നതല്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരെ ശുശ്രൂഷിക്കുക? ആരാ അയാള്? അയാൾക്ക് അസുഖമാണെങ്കിൽ അമ്മയ്ക്ക് എന്താ? ഒരു മനുഷ്യനല്ലേ മോളെ, അയാളുടെ ആൾക്കാരും വന്നില്ല. അതുകൊണ്ട് ആരില്ലാത്തവർക്കൊക്കെ അമ്മയാ? അമ്മമ്മേ, ഒരു കുറ്റമൊന്നും അല്ലല്ലോ ഞാനിപ്പോ ചെയ്തത്. അമ്മയ്ക്ക് 10-65 വയസ്സായില്ലേ? വല്ല രാമായണവും വായിച്ചിരിക്കാണ്ട് മനുഷ്യരെ സഹായിക്കാൻ നടക്കുന്നു. ജയലക്ഷ്മി, നിനക്ക് 40 കഴിഞ്ഞു. അതുകൊണ്ട് അല്ല, 25 കൊല്ലം കഴിഞ്ഞാ നിനക്കും രാമായണം വായിക്കാലോ എന്ന് ആലോചിക്കായിരുന്നു. ഡാനിക്ക് പൂക്കൾ ഇഷ്ടാണല്ലോ എന്ന് കരുതി. താങ്ക് യു. ഇരിക്ക്. എന്റെ ഗ്രാൻഡ് ചിൽഡ്രനാ. ഇത് ആൽഫ്രഡ്, എൽഡ. പോട്ടെ.